പ്രൊഡ്യൂസർ വരുന്നത് എന്ത് ഏത് ഞാനല്ലേ എന്റെ പ്രൊഡ്യൂസർ? ഇനി വേറെ പ്രൊഡ്യൂസർ വരാനുണ്ടോ? നിങ്ങൾ എന്റെ പ്രൊഡ്യൂസർ അതല്ല, ഇത് ലോകം മൊത്തം അറിയുന്ന പ്രൊഡ്യൂസർ, ബ്രഹ്മാണ്ഡ പ്രൊഡ്യൂസർ. എന്റെ അറിവിലെ ബ്രഹ്മാവ പ്രൊഡ്യൂസർ. ഇനി വേറെ ഏതാ പ്രൊഡ്യൂസർ വരാനുള്ളത്? ബ്രഹ്മാവല്ലാതെ ഒരു ഗംഭീര പ്രൊഡ്യൂസർ. ഞാൻ അയാളെ വേണം ഇങ്ങോട്ട് വിളിക്കാം. ആ വിളി ആരെന്ന്. ഏഴുലകത്തിലും പടം പണ്ണുന്നാനേ പ്രൊഡ്യൂസർ താൻ. வணக்கம். என்னுடைய அன்பான என் படத்தை ரசிக்கும் என்னுடைய ரசிகை கூட்டங்களே, உங்களுக்கு எல்லாവർക്കും என்னுடைய കോടാനുകോടി പ്രണാമം. ഇതാണ് പറയുന്നത് ഉണ്ട് മടുത്തോനോടൊക്കെ ഉരുള വാങ്ങണമെന്ന്. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ 1000 പ്രണാമാക്കായിരുന്നു, വേണേ 1,00,000 പ്രണാമാക്കായിരുന്നു. GST ടാക്സ് ഒന്നും നോക്കിയില്ല, 1 കോടി പ്രണാമം. അതിന്റെ അന്തസ്. നിങ്ങൾ കുറെ നേരമായി പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്ന അയാൾ മാലയൊക്കെ ഇടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാൾ ഏത് പടവാ ചെയ്തെന്ന് പറയാം, അല്ലാതെ ഇവരെ പോലുള്ള വലിയ നടന്മാർ ചെയ്ത പടം അറിയില്ലേ? ഇല്ല. ജുറാസിക് പാർക്ക്, അവതാർ, ടൈറ്റാനിക്, ഇതിന്റെയൊക്കെ പ്രൊഡ്യൂസർ ഇദ്ദേഹമാണ്. പുള്ളിയാണ്. പക്ഷെ ടൈറ്റാനിക്കിൽ മാത്രം ചെറിയൊരു പ്രശ്നം പറ്റി. ജനങ്ങൾ ആൾക്കാർ അറിയട്ടെ. ഇയാള് പണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസുമായിട്ട് ചെറിയൊരു ഇടപാടുണ്ടായിരുന്നു. അന്ന് ഈ പടത്തിന്റെ പേര് ജാക്ക് ആൻഡ് റോക്സ് എന്നായിരുന്നു. പിന്നെയാണ് പടത്തിന് ടൈറ്റിലൊക്കെ വേറെ ഈ ടൈറ്റാനിക് ഒക്കെ ആയത്. അന്ന് കുറച്ച് ഫണ്ട് ചെയ്ത് ഇയാളെ ഫണ്ടൊക്കെ കൂടെ നശിപ്പിച്ച് കപ്പൽ മഞ്ഞുമേലൊക്കെ കൊണ്ട് ഇടിച്ച് വെള്ളത്തിലായി. ഇയാളെ പൈസയും വെള്ളത്തിൽ പോയി. அது டிரைவருக்கு ஒரு சின்ன மிஸ்டேக். அதெல்லாம் நம்ம ஏன் இங்க எல்லாம் வந்து சொல்றது? ஜஸ்ட் ஒரு 80 crore சம்பளம்தானா? അവളെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ ഡെക്കിന്റെ ഉള്ളിൽ കൂടി ഒക്കെ പാഞ്ഞ് കളിച്ചിട്ട് ആ കപ്പൽ ഇടിച്ചിട്ട് മുങ്ങിപ്പോയത് സാധനം. அதனால நம்ம இப்ப என்ன பண்ண போறோம்? பூமியில நம்ம ஒரு படம் பண்ண மாட்டேன். പണ്ണണ്ട. ഒള്ളി ബഹിരാകാശം. ഇനി നമ്മള് ആകാശത്ത്, സ്പേസിൽ ബഹിരാകാശത്ത് മാത്രമേ ഇനി പടം ചെയ്യുള്ളൂ. பாட்டுக்கு பாட்டு இருக்கு, പാട്ടുണ്ടാവും. ஆட்டத்துக்கு ஆட்டம் இருக்கு, ആട്ടം ഉണ്ടാവും. ரொமான்ஸுக்கு ரொமான்ஸ் இருக்கு, റൊമാൻസ് ഉണ്ടാവും. എല്ലാം ഉള്ള പടമായിരിക്കും. ஆனா என்ன நீங்க கேளுங்க சார், கொஞ்சம் நிறைய கதை கேட்டுட்டேன். சென்னை ஆபீஸ்ல வந்து நிறைய பசங்க வந்து வாட்ஸ்அப்ல டெய்லி கதை அனுப்பிச்சிட்டே இருக்கு. ஆனா எதுவுமே எனக்கு பிடிக்கல, எதுவுமே என்ன வந்து டச் பண்ணல, எதுவுமே டச் பண்ணல. ஆனா அப்பதான் தம்பி ஒரு நாளைக்கு ஆபீஸ்க்கு வந்து ഒരു കഥ അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ബഹിരാകാശത്ത് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും പേരുണ്ട്, ഇവരെ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും? അതിലേക്ക് വരുന്നു സാർ. சொல்ல சார், கொஞ்சம் வெயிட் பண்ணுங்க. தம்பி ஒரு கதை சொல்லிட்டேன். அருமையான கதை. അങ്ങനെയൊന്നുമില്ല. பாசக்காரன் பாத்தியா, டீ கடை பண்ண மாதிரியே இருக்கு மூஞ்சி. அந்த கதை நீ கொஞ்சம் சொல்ற, கதை நீங்க சொல்ற. എന്നെ അനുഗ്രഹിക്കണം മഞ്ജു മേഡം. മേഡത്തിന്റെ ഡേറ്റിലെ നമുക്ക് ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്റെയോ? ബഹിരാകാശത്ത് ഞാൻ 1500 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഗുരുത്വാകർഷണ ബലത്തിൽ ഒരു 2 സെക്കൻഡ് നേരം ചെറിയൊരു ചേഞ്ച് ഉണ്ടായപ്പോൾ ഭയങ്കരമായ കൂട്ടിയിടി നടന്നു. ഹിസ്റ്ററി ചെറിയ അങ്ങനെ ഗ്രഹങ്ങളെല്ലാം തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ നെപ്റ്റ്യൂണ്, പ്യൂട്ടോൺ, ജൂപ്പിറ്റർ ഇതൊക്കെ കൂടെ അടി നടന്ന് പലതും തമ്മാമിൽ മാറിപ്പോയി. ജൂപ്പിറ്ററിലുള്ള പല വസ്തുക്കളും നെപ്റ്റ്യൂണിലേക്ക് പോയി, നെപ്റ്റ്യൂണിലുള്ളത് പലതും യുറാനസിൽ പോയി. ഇങ്ങനെ ജൂപ്പിറ്ററിലുള്ള പഴയൊരു തറവാട്ടിലുണ്ടായിരുന്ന തിരുവാഭരണപ്പെട്ടി ശിവേലിക്കല്ല് യുറാനസിലേക്ക് പോയി. അവിടുന്ന് ഈ തിരുവാഭരണപ്പെട്ടിയും ആ ശിവേലിക്കല്ലും കൂടെ തിരിച്ച് ജൂപ്പിറ്ററിലെത്തിക്കുന്നത് മേടാണ്. അവിടെയാണ് കഥയുടെ സംഭവം. മാത്രമല്ല, ഈ ശിവേലിക്കല്ല് എറിച്ചു പോകുന്ന സമയത്ത് അത് തലക്കടിച്ചിട്ട് അന്ന് ബ്രഹ്മദത്ത നമ്പൂതിരി മരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ശാപമുണ്ട്, അതും തീർത്ത് കിട്ടണം. ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് യുറാനസിലുള്ള ഉത്സവം മുടങ്ങി കിടക്കാൻ മേഡം. ഫ്രഷ് കഥയാണ്. മഞ്ജു ചെയ്തിട്ടില്ല, മഞ്ജു കേട്ടിട്ടില്ല. മഞ്ജുവിന്റെ ഡേറ്റും ഇവരല്ലേ? അല്ല, മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം, എനിക്ക് ഒരു കാര്യം ചോദിക്കണ്ട. അതായത് നിങ്ങൾ ഇവിടുന്ന് മഞ്ജുവിനെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? റോക്കറ്റിലാണോ? ട്രാൻസ്പോർട്ടൊക്കെ റെഡി, எல்லாமே அரேஞ்ச் பண்ணிருக்கு சார். ஆக்சுவலா நம்ம வந்து 2 ராக்கெட் அரேஞ்ச் பண்ணி வச்சிருக்கு. மஞ்சு மேடத்துக்கும் ബൈജു സാർക്കും മാധവ് സാർക്കും ചേർന്ന് ഒരു റോക്കറ്റ് ഒന്നായിക്കോട്ടെ. റോക്കറ്റിന്റെ മൂട്ടിൽ ബൈജു സാറിന് എടുത്തത് ഒന്നിച്ച് തീപിടിക്കും. பைக்கு சார் மிடில் உட்கார வச்சிடலாம், பிரச்சனை மிடில் உட்கார வச்சிடலாம். அப்புறம் வந்து ரமேஷ் சாருக்கும் உங்க க்ரூ காஸ்ட் எல்லாருக்கும் சேர்ந்து இன்னொரு கவுண்டர் ராக்கெட் செப்பரேட்டா அரேஞ்ச் பண்ணுங்க. ഇവിടെ ചൊവ്വയിലാണ് ഷൂട്ട് ചെയ്യണത്.
ജൂപ്പിറ്റർ സാറ്. ജൂപ്പിറ്റർ ജൂപ്പിറ്റർ ചൊവ്വയുടെ ഇംഗ്ലീഷ് ആണോ ജൂപ്പിറ്റർ? ജൂപ്പിറ്റർ ജൂപ്പിറ്റർ. അപ്പൊ കറക്റ്റാ. നോർമലി എത്ര മണിക്കൂർ എടുക്കും നമ്മൾ അവിടെ വരെ? നോർമലി ആക്ച്വലா டைம் வந்து நம்ம பார்த்து தான் சார் சொல்லணும். ஆக்சுவலா அது மஸ்கட் தான் கேட்கணும். மஸ்கு நிறைய டைம் ஆயிடுமா? இல்ல சார், மஸ்கு தான் டிரைவ் பண்றேன். மஸ்கு யோன் மஸ்கு அப்படியா? அவர்தான் டிரைவ் பண்ண போறேன். இப்போ மஞ்சு மேடம் വെജിറ്റേറിയൻ அப்படிதான் സാർ? വെജിറ്റേറിയൻ മേഡം. അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിയും. ഇഡ്ഡലി സാമ്പാറൊക്കെ വേണം. இட்லி சாம்பார் பச்சடி கிச்சடி எல்லாமே இருக்கு. ஆனா என்ன பிரச்சனைனா இட்லி எடுத்துட்டு சாம்பார் மேலே ஊத்திட்டு இருந்தா சாம்பார் கீழே வராது. இட்லி தான் நம்ம மேலே எடுத்துட்டு போயிட்டு அப்படியே சாப்பிடணும். ഇഡ്ഡലി സാമ്പാറിന്റെ അടുത്തേക്ക് പോകണം. ஆமா அவ்வளவுதான். ஸ்பேஸ் தாண்டா. டேட் சொல்றது ஆக்சுவலா நம்ம என்ன ஷெட்யூல் பண்ணிருக்கிறேன்னா சார், நம்ம காலையில 5 மணிக்கு நம்ம பூமியின்னு கிளம்பும். அப்புறம் வந்து യൂറിൻ പാസ് பண்ணதுக்கு மட்டும் மத்தியானம் 1 மணிக்கு யுரானஸ்ல 10 நிமிஷம் ஹால்ட். ഇവർക്കൊക്കെ ഇറങ്ങാലോ. அது ரொம்ப தேவைப்பட்டா மட்டும்தான் அது. அதுக்கப்புறம் அப்படியே கணக்கு பாட்டு பார்த்தா கூட ஒரு 4 மணிக்கெல்லாம் நம்ம யுரானஸ்ல ரீச் ஆயிடும். 5 மணிக்கு ஷூட்டிங் ஆரம்பிக்கணும். டோட்டலா மொத்தம் ஒரு 4 நாள் டேட் கேளுங்க. 4 നാൾ മതിയാവോ? പെർ ഡേ 1 crore. മാഡം ഒരു 4 ദിവസത്തെ ഡേറ്റ് കിട്ടിയിരുന്ന ഞങ്ങൾ ഈ പ്രൊജക്ട് 4 ദിവസം കൊണ്ട് ഷൂട്ട്. 4 ദിവസത്തെ ഡേറ്റ് മതിയോ? 4 ദിവസം മതിയാവും. അതെന്താ എല്ലാ സീനും കൂടെ ഒന്നിച്ചെടുക്കോ? அதெல்லாம் நம்ம பிளான் பண்ணி வச்சிருக்கு. நமக்கு 4 நாள் போதும். അവിടെ ചെല്ലാനേ 4 ദിവസം എപ്പടി അതെപ്പടി ശരിയാവും? എപ്പറാ മഞ്ജു, അവിടെ ചെല്ലാനേ 4 ദിവസം എടുക്കും. അപ്പൊ ഈ 4 ദിവസം വരെ എവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്ന? മൊത്തം 4 ദിവസം പറഞ്ഞു അവിടെ ചെല്ലാൻ നല്ല ഒത്തിരി ദിവസം എടുക്കല്ലേ? ഇല്ല സാർ, അത് മസ്ക് നോക്കിക്കോളൂ. മസ്ക് ഇവരുടെ സ്വന്തക്കാരൻ. ഒരു കാര്യം ചെയ്യും, എല്ലാവർക്കും ഒരു 5 കോടി വെച്ച് പെർ ഡേ കൊടുക്കുവാണെങ്കിൽ ഇവരെല്ലാം ഡേറ്റ് വരും. கொடுத்துடலாம்ல? கொடுத்துடலாம். മസ്കിനെ വിളി. மஸ்கு 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 எப்படா இருக்கு? அண்ணன் இங்க மலையாள ஆர்டிஸ்டே பார்க்க வந்திருக்கு. ஐயோ ஐயோ அப்பா டேய், ஏன்டா இப்படி சொல்ற? பணம் மட்டும் இருந்தா பத்துமா? தரவாட்டி பிறக்கணும்ல. ஏன் இப்படி பேச்சு மாத்தி மாத்தி பேசிட்டு இருக்க? மஸ்கு மஸ்கு എന്താ പ്രശ്നം? டேய் இரு, நான் தம்பி கட்டு கொடுக்குறேன். മസ്ക് കേട്ടോ? അല്ല, നമ്മൾ അങ്ങനെയല്ലല്ലോ അന്ന് പറഞ്ഞത്. കാര്യങ്ങളൊക്കെ അല്ലേ ഓക്കെ ഡീലാക്കിയിട്ടല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അല്ലല്ല, അങ്ങനെ ഒരു വർത്താനം പറയാം. നിങ്ങൾ പൈസ ഉണ്ടെന്നിട്ട് തറവാടുത്തുണ്ടായിക്കൊള്ളുന്നില്ലല്ലോ എല്ലാവർക്കും. இப்படி பைத்தியக்கார மாதிரி பேசுற இந்த டைம்ல. അതെന്താ ഈ സമയത്ത് ഇങ്ങനെ പറയുന്നത്? നമ്മൾ ഡേറ്റ് ഒക്കെ എടുത്ത് ഓക്കെ ആക്കിയിട്ട് അത് ശരിയാവില്ല കേട്ടോ. ஆர்டிஸ்ட் வெயிட் பண்ணிட்டு இருக்கலடா. അത് നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. കട്ട് ചെയ്താലേ അയാളെ ഫോണ് നമുക്കായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കേസല്ല. கேன்சல் கேன்சல் ക്യാൻസൽ ക്യാൻസൽ. வேணாம் சார், அது இல்ல சார், உங்களுக்கு பிரச்சனை வரன மாதிரி எந்த எக்ரிமெண்ட் தேவையில்ல. அது அவ்வளவுதான். വേണ്ട സാർ, ആ പ്രൊജക്ട് ക്യാൻസൽ ചെയ്ത്. അല്ല, അതെന്താ പെട്ടെന്ന്? അല്ല, അത് നടക്കൂല. ഞങ്ങള് നിങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ അത്രയും സ്ഥാനമുള്ള ആർട്ടിസ്റ്റുകളാണ്. അതൊന്നും മസ്കിന് പറഞ്ഞാൽ മനസ്സിലാകില്ല. മസ്ക് എന്നല്ല ആര് പറഞ്ഞാലും ഇത് നടക്കില്ല, ഞങ്ങൾക്ക് വേണ്ട പ്രൊജക്ട് നടക്കില്ല. 4 ദിവസമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. അല്ല, അതല്ല சார் மேடம் അല്ല, നിങ്ങൾ അങ്ങനെ പകുതിക്ക് ആശിപ്പിച്ചിട്ട് പോവല്ലേ? അല്ല, അതുകൊണ്ടല്ല സാർ. കാര്യം പറഞ്ഞിട്ട് പോകും. നിങ്ങൾ ഇത് എന്തുകൊണ്ടാ വേണ്ടെന്ന് വെച്ചത്? എന്റെ പൊന്നു സാറ്, ഇവിടുത്തെ 4 ദിവസം നിച്ചാ അവിടുത്തെ 16 വർഷമാണ്.